ബീഹാറിൽ ബി.ജെ.പിയുടെ വലിയ വിജയത്തിന് പിന്നാലെ ദേശീയ മാധ്യമങ്ങളടക്കം മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ ഇടം പിടിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ മുൻപേ ഒരുങ്ങിയത് ബി.ജെ.പി അല്ല, ആർ.എസ്.എസ് ആണ്. അവർ ആ ഒരു ഓപ്പറേഷന് ഇട്ട പേരാണ് മിഷൻ തൃശൂൽ. മിഷൻ തൃശൂൽ ആണ് ബീഹാറിൽ പ്രവർത്തനം നടത്തിയത്. ഇവരുടെ പ്രഥമമായ ലക്ഷ്യം ആർ.ജെ.ഡിയുടെ കോട്ടകൊത്തളങ്ങളിലുള്ള മുസ്ലിം യാദവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുവാനാണ്. അതിലവർ വിജയിച്ചു എന്നാണ് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ആർ.ജെ.ഡിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം അവർ പരാജയപ്പെടുന്ന കാഴ്ച. ഇത് ഈ ആർ.എസ്.എസിന്റെ ഈ തന്ത്രം, അതായത് മിഷൻ തൃശൂല് മുസ്ലിം യാദവ വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനം അവരുടെ വോട്ടിൽ വിള്ളൽ വീഴ്ത്താനും ആ വോട്ടുകൾ ജെ.ഡി.യുവിനും ബി.ജെ.പിക്കുമായി തിരിച്ചുവിടുന്നതിനും ഏറെ സഹായകരമായി. ഇത്തവണ യാദവ് വോട്ട് ലല്ലു പ്രസാദിനൊപ്പം നിന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പല മണ്ഡലങ്ങളിലും അത് ബി.ജെ.പിക്ക് അനുകൂലമായതും ഈ പറയുന്ന മിഷൻ തൃശൂലിന്റെ ഈ പ്രവർത്തനം മൂലമാണ്. ഒപ്പം മുസ്ലിം വോട്ടുകൾ ജെ.ഡി.യുവിനും ചിരാഗ് പാസ്വാനും കുറച്ചൊക്കെ ബി.ജെ.പിക്കും ലഭിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ആർ.എസ്.എസ് 60,000 യോഗങ്ങളാണ് നടന്നത്. ഒരു മണ്ഡലത്തിൽ 200 മുതൽ 300 യോഗങ്ങൾ വരെ നടന്നിട്ടുണ്ട്. പലപ്പോഴായ യോഗങ്ങൾ, നിരന്തരമായ യോഗങ്ങൾ. ഒപ്പം തന്നെ അസംതൃപ്തരായ വോട്ടർമാരെ കണ്ടെത്തുക, അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരുമായി അതിനെ ബന്ധപ്പെടുത്തി, ഒപ്പം തന്നെ ജാതി പ്രവർത്തനങ്ങൾക്കും മറ്റും എതിരായിട്ട് ഉള്ള പ്രവർത്തനം, കാർഷിക മേഖലയിൽ നടത്തിയ പ്രവർത്തനം, ഹിന്ദു ദേശീയവാദ ചട്ടക്കൂട്ടിൽ ഒരു വോട്ട് ബാങ്കായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ദളും BMSഉം ABVPയും ചേർന്നാണ് നടത്തിയത്. ഒപ്പം തന്നെ തങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും വരാവുന്ന വോട്ടർമാരുടെ കൃത്യമായി എണ്ണമെടുത്തു. അതിന്റെ ബൂത്തുകളുടെ എണ്ണം കണക്കുകൂട്ടി അതിനനുസരിച്ചുള്ള പ്രവർത്തനമായിരുന്നു. ആദ്യം പ്രവർത്തനം തുടങ്ങിയത് പരാജയപ്പെട്ട ഇടങ്ങളിലുള്ള ബൂത്തുകളിലായിരുന്നു. അതിനുശേഷം രണ്ടാം സ്ഥാനത്ത് എത്തിയ ബൂത്തുകളിലേക്കും ഏറ്റവും ഒടുവിൽ വിജയത്തിലേക്ക് എത്തിയ ബൂത്തുകളിലേക്കും ആയിരുന്നു ആർ.എസ്.എസ് അവരുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയത്. അതായത് അനസ്യൂതം എണ്ണയിട്ട യന്ത്രം പോലെ ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രവർത്തനത്തിന്റെ മുകളിലാണ് ബി.ജെ.പി അവരുടെ വലിയ പ്രചരണം കൂടി അഴിച്ചുവിട്ടപ്പോൾ കെട്ടുറപ്പുള്ള ഒരു വോട്ട് ബാങ്ക് അടിത്തട്ടിൽ ശക്തമായി നിൽക്കുകയും മുകൾ തട്ടിൽ നടത്തിയ പ്രചരണം വോട്ടായി മാറുകയും ചെയ്തു. ഇത് സർവേ നടത്തിയവരോ ഇല്ലെങ്കിൽ അവിടെ പോയി വാർത്ത എഴുതിയ മാധ്യമങ്ങളോ കാണാതെ പോയതും ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് ബംഗാളിലും നടപ്പാക്കാൻ പോകുന്നത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ബംഗാളിൽ ഇത് നടപ്പാക്കുക കുറച്ചുകൂടി എളുപ്പമാണ്. അവിടെ ഇട്ടിരിക്കുന്ന പേര് മിഷൻ തൃശൂൽ അല്ല, പകരം ഘർ വാപ്പസി എന്നാണ്. കാരണം വലിയ രീതിയിൽ തന്നെ റോഹിംഗ്യകളും ബംഗ്ലാദേശി മുസ്ലിങ്ങളും കുടിയേറിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അതുകൊണ്ട് തദ്ദേശീയരായവർ ഇവിടെ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ നിന്ന് പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മടങ്ങി വരാം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഇവിടുന്ന് പുറത്തു പോകണം. അതായത് ഘർ വാപ്പസി മടങ്ങി വരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഇട്ടുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ദളും അടക്കമുള്ള സംഘടനകൾ ഒരു ഭാഗത്ത് മുന്നേറുമ്പോൾ മറുഭാഗത്ത് ഈ കടന്നു വന്ന കുടിയേറ്റക്കാരെ പുറത്താക്കണം എന്ന് ഒരു ആംഗിളിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. അതായത് ചുരുക്കം പറഞ്ഞാൽ ബീഹാറിൽ നടന്ന പ്രവർത്തനത്തിന്റെ മറ്റൊരു രൂപമാകും വെസ്റ്റ് ബംഗാളിൽ. ന്യൂസ് ഡെസ്ക് മലയാളം.